ആലത്തൂർ കെ രാധാകൃഷ്ണനാണ്, നമ്മുടെ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ. ആലത്തൂർ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കോട്ടയായി തന്നെയാണ് പലരും വിലയിരുത്തുന്നത് ആലത്തൂർ മണ്ഡലം. പക്ഷേ നിലനിർത്തിയിരുന്ന PK ബിജു നിലനിർത്തിയിരുന്ന അതേ PK ബിജുവിനെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. അതെ, കോഴിക്കോട്ടുകാരിയായ രമ്യ ഹരിദാസ് ആലത്തൂരിലെത്തി മികച്ച മത്സരം കാഴ്ചവെച്ച് അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന PK ബിജുവിനെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ എത്തുകയാണ് ചെയ്തത്. പക്ഷേ അവിടുത്തെ സ്ഥിതി അത്ര രാഷ്ട്രീയ സാഹചര്യം പഴയതല്ല. അതെ, രാഷ്ട്രീയ സാഹചര്യം പഴയതല്ല. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിന് അത്ര സുഖകരമായൊരു മത്സരമായിരിക്കില്ല. മറിച്ച് ആ മണ്ഡലം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ തന്നെ CPM രംഗത്ത് എത്തുകയും ചെയ്തു. അവിടെ വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഒന്നുമില്ലാത്ത ക്ലീൻ ഇമേജ് ഉള്ള ശക്തനായ CPM-കാരൻ. അല്ല, ഒരു മന്ത്രിസഭാ അംഗത്തെയൊക്കെ രംഗത്തിറക്കണമെങ്കിൽ വിജയമല്ലാതെ മറ്റൊന്നും അവിടെ CPM മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ എന്താണ് രമ്യ ഹരിദാസ് ഒന്നും കൂടെ മത്സരിക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ തോപ്പിച്ച് കൈ കൊടുക്കുന്ന ഒരു ധാരണ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവിടുന്ന് വരുന്നത്. അത്രത്തോളം അസംതൃപ്തി രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങളിൽ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 19 മണ്ഡലങ്ങളിൽ UDF ജയിക്കുന്നതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. അന്നത്തെ പൊതുവെയുള്ള ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായ പല സംഭവ വികാസങ്ങളിൽ സർക്കാരിനോടുള്ള വിയോജിപ്പ്, അങ്ങനെയൊരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരിയായി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു, വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്നു. അത് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP പ്രധാനമന്ത്രിയാകുമെന്നൊക്കെയുള്ള ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രചരണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം, അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സവിശേഷ സാഹചര്യമാണ്. ആ സവിശേഷ സാഹചര്യം അതൊരു സുവർണ അവസരമായി മുതലെടുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അത് ഗുണകരമായി വന്നത് UDF-നാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അതെല്ലാം ഈ 19 മണ്ഡലങ്ങളിലെയും വിജയത്തിന് സഹായിച്ചിട്ടുണ്ട്. ആലത്തൂരിലും സ്വാഭാവികമായിട്ടും ഈ ഘടകങ്ങളെല്ലാം രമ്യ ഹരിദാസിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായും അതെ ഒരു യുവതി പാട്ടും പാടി അവിടെ മത്സരത്തിനിറങ്ങും, നന്നായി പാടുന്നുണ്ടല്ലോ. അതെ, അത് മാത്രമല്ല, അന്ന് LDF കൺവീനറാണെന്ന് തോന്നുന്നു വിജയരാഘവൻ, അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട് അതേ തുടർന്നുണ്ടായ ചില ചർച്ചകളൊക്കെ തന്നെ രമ്യ ഹരിദാസിന് വോട്ടിംഗിൽ ഗുണം ചെയ്തു എന്ന് തന്നെ അനുതാപത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അന്ന് എല്ലാ ഘടകങ്ങളും UDF-ന് അനുകൂലമായിരുന്നു, LDF-നെതിരായിരുന്നു. അതാണ് സംഭവിച്ചു പോയൊരു കാര്യം. എന്തായാലും ഇത്തവണ ഒരു വലിയ കടുത്ത മത്സരം ഇല്ലാതെ തന്നെ അവിടെ കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്നാണ് ഇപ്പോൾ അതായത് ഈ പ്രാഥമിക ഘട്ടത്തിലാണ്. അടുത്ത മത്സരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സിറ്റിംഗ് MP ആണ്. അവർ നല്ലൊരു മത്സരത്തിന് തന്നെ, കാരണം ആലത്തൂർ പോലെയുള്ള മണ്ഡലത്തിൽ പണ്ട് ഇത്ര കടുത്ത മത്സരമൊന്നും നടന്നിട്ടില്ല. അത് CPM-ന്റെ ഒരു കോട്ടയായി തന്നെ അറിയപ്പെടുന്ന മണ്ഡലമായിരുന്നു. പക്ഷേ മത്സരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിസ്സാരമായി ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം അവിടെ കെ രാധാകൃഷ്ണനെയാണ് പാർട്ടി ഇറക്കിയിരിക്കുന്നത്. വിജയം തന്നെയാണ് അവർ ലക്ഷ്യമിടുകയും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.